ഷിബു മീരാൻ, ഇതാണ് LDF മുന്നോട്ട് വെക്കുന്ന കാര്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നത്തിന് മുതൽ മൗലാന മൗദൂദി എഴുതി വച്ചിരിക്കുന്നതോ പറഞ്ഞിരിക്കുന്നതോ ആയ കാര്യങ്ങൾക്ക് വരെ, മുനീർ കമ്മീഷന്റെ റിപ്പോർട്ടിന് വരെ സമാധാനം പറയേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? അപ്പോൾ കേവലം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുക മാത്രമല്ല, UDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ വർഗീയ കലാപം ഉണ്ടാകും, AK ആന്റണിയുടെ കാലത്തുണ്ടായതുപോലെ എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അഭിലാഷ്, നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഒരു സവിശേഷത പാവപ്പെട്ട മനുഷ്യരുടെ വിശപ്പ്, അവരുടെ തൊഴിലില്ലായ്മ, സമൂഹത്തിന്റെ ഒരു വല്ലാത്ത ഒഴുക്കിൽ മാറ്റി നിർത്തപ്പെട്ടു പോകുന്ന എല്ലാ മനുഷ്യരുടെയും ശബ്ദം മുഖ്യധാരയിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു അവസരം എന്ന നിലക്കാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ ഞങ്ങളും നിങ്ങളും ഒക്കെ ജനാധിപത്യത്തിന്റെ ഉത്സവകാലം എന്ന് വിളിക്കാറുള്ളത്. ഇനി രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ സംവാദങ്ങളിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് രാജ്യത്തെ മറ്റിടങ്ങളിൽ നിന്ന് വളരെ ഉയർന്ന നിലവാരം നമ്മൾ കേരളത്തിലെ എല്ലാ കാലത്തും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു രോഗം, രാജ്യം മുഴുവൻ പടർന്നു പിടിച്ച ഒരു രോഗം അപ്രതീക്ഷിതമായി അമ്പരപ്പിച്ചുകൊണ്ട് കേരളത്തെ ഇടതുപക്ഷത്തെ പിടികൂടുന്നു എന്നാണ്. ഇപ്പം ആസാം, അവിടെ ഒരു വീഡിയോ കണ്ടത് ഒരു ഇറച്ചിവെട്ടുകാരനിൽ തുടങ്ങുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അവിടുത്തെ വിമാനത്താവളം, അവിടുത്തെ ഉദ്യാനം, എല്ലായിടത്തും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ എന്ന് തിരിച്ചറിയുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച ആളുകളെ കാണുന്നു. എന്നിട്ട് ആ വീഡിയോ ഇങ്ങനെ അവസാനിക്കുന്നു: കോൺഗ്രസ് വീണ്ടും ആസാം അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എവിടെ നോക്കിയാലും ഇവരെ കാണൂ എന്ന് പറഞ്ഞു. അവിടെ ഒരു വാക്ക് കടന്നു വരുന്നുണ്ട്. ആ വാക്ക് ഗുസ്പേഡിയ എന്നതാണ്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇപ്പോഴും നാമമാത്രമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ നേർക്കുനേരെ ഒരു സമുദായത്തെ അങ്ങോട്ട് പച്ചയ്ക്ക് പറയാൻ ചില പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് BJP കോയിൻസൈഡ് ചെയ്തൊരു വാക്കാണ് ഗുസ്പേഡിയ, ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ. മോദി മുതൽ കവലപ്രസംഗം നടത്തുന്ന BJP-ക്കാർ വരെ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ അത് ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലും തരാതരം പോലെ അവരത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ CPM കടുത്ത ഇസ്ലാമോഫോബിക്കായ ക്യാമ്പയിനുകളിലേക്ക് പോകാൻ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു വടിയെടുക്കുന്നു. അടി വീഴുന്നത് ആരുടെ പുറത്താണ് എന്ന് കേരളത്തിന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് എന്നാണ്. ഇവിടെ ഇപ്പം അദ്ദേഹം കുറെ ചരിത്രം പറഞ്ഞല്ലോ. 2010 കൈവെട്ടിയത്രേ, ലീഗ് യോഗം വിളിച്ചത്രേ. അപ്പൊ സി ദാവൂദ് മറുപടി ആരവിടെ നിഷേധിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്കുള്ള ഐഡിയോളജിക്കലായ ഒരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ ഈ സമയം അടിയറ വെച്ചിട്ടില്ല. ഈ 2010 ഈ കൈവെട്ട് നടക്കുമ്പോൾ ഞങ്ങൾ അവരില്ലാതെ യോഗം വിളിക്കുമ്പോൾ അവരെവിടെയായിരുന്നു എന്ന് സഖാവ് ജയരാജന് ഓർമ്മയുണ്ടോ? 2006 മുതൽ 2011 വരെ ഈ കേരളം ഭരിക്കുന്നത് സഖാവെ CPM ആണ്, VS അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ്. 2006 140 മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയതിന്റെ നന്ദി സൂചകമായി പാഠപുസ്തകം പരിഷ്കരിക്കുന്ന കമ്മിറ്റിയിലും ഹജ്ജിന്റെ കമ്മിറ്റിയിലും വഖഫിന്റെ കമ്മിറ്റിയിലും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ശരിയാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് നറേറ്റീവായി മാറാട് കലാപത്തിന്റെ കാര്യം ആദ്യം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. മാറാട് കലാപത്തിന്റെ കാര്യം ഇവിടെ ഇപ്പോൾ കൃത്യമായി CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള AK ബാലൻ പറയുന്നു. ആ മാറാട് കലാപം P ജയരാജൻ ഓർമ്മിപ്പിക്കുന്നു. 24 വർഷമായി, 23-24 വർഷമായി. പക്ഷേ ആ മാറാട് കലാപം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്നത്, അത് മറുപടി പറഞ്ഞു പോകേണ്ടി വരുന്ന വിഷയമായി നിങ്ങൾക്ക് വന്ന് ഭവിക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ അതിലേക്ക് വരികയാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൊള്ളുന്ന ചൂടേറ്റപ്പോൾ ചുവപ്പ് കാവിയായതാണ് പിന്നെ അഭിലാഷ്. മാറാട് കലാപമടക്കം, തലശ്ശേരി കലാപമടക്കം കേരളത്തിന്റെ ഇന്നലകളിൽ ദൗർഭാഗ്യകരമായ അത്തരം സംഭവങ്ങളുണ്ട്. ആ മുറിവുകൾ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ കുത്തിപ്പഴിപ്പിച്ച രോഗത്തിന്റെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. ഇവര് സംഘപരിവാറിനെ തോൽപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ പയറ്റാൻ തീരുമാനിച്ചു. ഈ പറയുന്ന ആളുണ്ടല്ലോ സഖാവ് AK ബാലൻ, നമ്മൾ മനസ്സിലാക്കണം. 2017 ഇദ്ദേഹം PS ശ്രീധരൻപിള്ളയുടെ 5 പുസ്തകങ്ങളുടെ ഒരു പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. അന്ന് ഇദ്ദേഹം കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ PS ശ്രീധരൻപിള്ളയും താനും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ, SFI-യും ABVP-യും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. അന്ന് ബാലൻ സഖാവ് ഒരു കാര്യം പറഞ്ഞു: വേണ്ടി വന്നാൽ ഇനിയും ഞങ്ങൾ അത് ചെയ്യുമെന്ന് 2017 അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് ആ പറച്ചിൽ ഞങ്ങളൊരു ടങ് സ്ലിപ്പായിട്ടാണ് കണ്ടത്. കരുതി കൂട്ടിയുള്ള നേരത്തെ ഉള്ള ഒരു പ്രഖ്യാപനമായിരുന്നു എന്ന് ഇപ്പോൾ സഖാവ് AK ബാലന്റെയും P ജയരാജന്റെയും ഈ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ബോധ്യമാകുന്നത്. ഒരു ഒളിയും മറയുമില്ലാതെ സംഘപരിവാറിനെ തോൽപ്പിക്കുന്ന വിധത്തിൽ ഇവര് വിദ്വേഷ രാഷ്ട്രീയം പയറ്റുന്നു എന്നതിന്റെ തെളിവാണിത്. ഇതും BJP-യുടെ സൂക്കാണെന്ന്. നിങ്ങൾ ഭീവണ്ടിയിലെ കലാപമോർക്ക്, നിങ്ങൾ ഭഗൽപൂരിലെ കലാപമോർക്ക്, പണ്ട് കാലത്ത് പള്ളി പൊളിച്ചവർക്ക് ഈ ചരിത്രത്തിലേക്ക് ഇങ്ങനെ കുടിച്ചു പോയി ഈ മുറിവുകൾ വലിച്ചു പുറത്തിട്ട് രക്തവും ചലവും ഭക്ഷിക്കുന്ന സംഘപരിവാറിന്റെ വിഷമാവ് ഇടതുപക്ഷത്തിന്റെ നേതാക്കളുടെ ചുണ്ടിൽ കാണുമ്പോൾ ഞങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത് നമ്മുടെ ഈ രാജ്യത്തെ കുറിച്ചുള്ള വലിയ ഭയം തോന്നുകയാണ് സഖാവ് ജയരാജൻ. വലിയ ആശങ്ക തോന്നുകയാണ്
തെരഞ്ഞെടുപ്പ് നടന്നേക്കാം, നിങ്ങളോ ഞങ്ങളോ ജയിച്ചേക്കാം. പക്ഷേ ഉത്തരേന്ത്യ പോലെ ആകാതെ പ്രിയപ്പെട്ട മലയാള നാടിനെ ബാക്കി വെക്കാനുള്ള കാരുണ്യം നിങ്ങൾ കാണിക്കണം എന്ന് ഞാൻ വളരെ വിനയത്തോടെ അങ്ങയെ പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനോട് ഒറ്റ കാര്യം കൂടി അഭിലാഷ്, ഞാനൊരു 20 മിനിറ്റ് മുൻപ് കാണുന്ന ഒരു വാർത്ത, ജയരാജൻ സഖാവ് ഇവിടെ ഇരുന്ന് ന്യായീകരിക്കുന്ന AK ബാലന്റെ ആ പ്രസ്താവനയെ ഇടതുപക്ഷത്തിന്റെ ഒറ്റ മിനിറ്റ് ഇടതുപക്ഷത്തിന്റെ കൺവീനർ TP രാമകൃഷ്ണൻ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട്. ചർച്ചയ്ക്കിടയ്ക്ക് ജയരാജൻ സഖാവ് അതുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് ഈ AK ബാലന്റെ പ്രസ്താവനയെ ന്യായീകരിക്കാൻ ഇറങ്ങിയാൽ മതി. ഈ ക്യാമ്പയിനുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഉപ്പുവച്ച കലം പോലെ കേരളത്തിലെ CPM ആവും. അതാവുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല, കേരളത്തിൽ ഞങ്ങൾ വിട്ടുതരും എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഈ ക്യാമ്പയിന്റെ മുനയൊടിക്കും ഞങ്ങൾ. ഈ നാടിനെ വർഗീയമായി വിഭജിക്കാൻ CPM അനുവദിക്കുന്ന പ്രശ്നമില്ല.